റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. മലയാളം സർവകലാശാല ഭൂമി വിവാദത്തിൽ PK ഫിറോസിന്റെ വാദം പൊളിയുന്നു. UDF സർക്കാരിന്റെ കാലത്തല്ല ഭൂമി ഏറ്റെടുത്തത് എന്നായിരുന്നു PK ഫിറോസ് പറഞ്ഞത്. തെളിവുകൾ കൊണ്ടുവരാനും ഫിറോസ് വെല്ലുവിളിച്ചിരുന്നു. ആദ്യം ഫിറോസിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഫിറോസിന്റെ വെല്ലുവിളി: UDF സർക്കാർ 17 ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നതിന്റെ എന്തെങ്കിലും രേഖ നിങ്ങൾ കാണിക്കും. കലക്ടറുടെ ഒരു പ്രപ്പോസൽ ഉണ്ട്. കലക്ടർ കൊടുത്ത പ്രപ്പോസൽ എന്താണ്? ഈ പറയുന്ന 3 ഭൂമികളെ സംബന്ധിച്ച് കലക്ടർ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വെട്ടം പഞ്ചായത്തിൽ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി UDF സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ എന്തെങ്കിലും ഒരു രേഖ ഹാജരാക്കാൻ ഞാൻ രഞ്ജിത്തിനോട് മാത്രമല്ല, ഇത് കേൾക്കുന്ന KT ജലീലിനോട്, ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധികളോട് ചോദിക്കുകയാണ്. ഇനി ഇടതുപക്ഷ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിന് രേഖകൾ ഞാൻ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകാൻ തയ്യാറാണ്. ഇതായിരുന്നു ഫിറോസിന്റെ വെല്ലുവിളി. ആ വെല്ലുവിളി ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിത്ത് ഏറ്റെടുത്തു. ഫിറോസ് പറഞ്ഞത് തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകൾ റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ്. തിരൂരിലെ ഭൂമി ഏറ്റെടുത്തത് UDF സർക്കാരിന്റെ കാലത്ത് തന്നെയാണ്. സർക്കാർ ഉത്തരവിന്റെ നിർണായക രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. അതിപ്പോൾ കാണാം. ചതുപ്പായി കിടക്കുന്ന സ്ഥലം തരം മാറ്റുന്നതിന് വേണ്ടി കൃഷിവകുപ്പിൽ നിന്ന് അനുമതി വാങ്ങിയ രേഖയാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. മുബഷീർ P. അക്ബർ ഉണ്ട് നമുക്കൊപ്പം. മുബഷീർ, രേഖകളൊക്കെ വ്യക്തമായി നോക്കിക്കോണം. ഇനി നാളെ കള്ളം പറയരുത് കണ്ടില്ലെന്ന്. ഇതാണ് ആ രേഖ. കൃഷിവകുപ്പിൽ നിന്ന് ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി അപേക്ഷ നൽകുകയും ആ അപേക്ഷ കൃഷിവകുപ്പ് അംഗീകരിച്ച് അനുമതി നൽകുകയും ചെയ്തത് UDF സർക്കാരിന്റെ കാലത്താണ് എന്ന് തെളിയിക്കുന്ന രേഖയല്ലേ നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. എന്ന് വെച്ചാൽ ഈ ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയത്, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്ഷൻ അടക്കം വരുന്നത്, കൃഷിവകുപ്പിന്റെ അനുമതി കിട്ടുന്നത് എല്ലാം UDF സർക്കാരിന്റെ കാലത്താണ് എന്നല്ലേ വ്യക്തമാകുന്നത്. മുബഷീർ P. അക്ബർ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും UDFന്റെ ഭരണകാലത്ത് തന്നെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുത്തതിൽ കഴിഞ്ഞ LDF സർക്കാരിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന KT ജലീൽ കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. ചതുപ്പ് നിലമായിട്ടുള്ള മേഖല വൻ തുകയ്ക്ക് സർക്കാരിനെ കൊണ്ട് വാങ്ങിക്കുന്നതിൽ വലിയ തുകയിലുള്ള കമ്മീഷൻ KT ജലീൽ കൈപ്പറ്റിയതായിട്ട് PK ഫിറോസ് പറഞ്ഞിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, രേഖകളൊന്നും തന്നെ അദ്ദേഹം പുറത്തുവിട്ടിരുന്നില്ല. വരും ദിവസങ്ങളിൽ അത് പുറത്തുവിടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെയായിട്ട് അത്തരമൊരു നീക്കം PK ഫിറോസ് നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മളെ കോഴിക്കോട് VS രഞ്ജിത്ത് ആ മേഖലയിലുണ്ടായിരുന്ന സമയത്ത് PK ഫിറോസിനോട് പറയുന്നുണ്ട്. UDFന്റെ ഭരണകാലത്താണ് ഈ ഭൂമി ഏറ്റെടുത്തതെന്ന് KT ജലീൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വില നിർണ്ണയ സാക്ഷ്യപത്രം ഉൾപ്പെടെ KT ജലീൽ പുറത്തുവിട്ടിട്ടുണ്ടോ? അപ്പോൾ എന്ത് വാദമാണ് താങ്കൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ PK ഫിറോസ് ആണ് പറഞ്ഞിരുന്നത്, അത്തരം UDFന്റെ കാലത്ത് ഭൂമി ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടെങ്കിൽ നിങ്ങളത് പുറത്തുവിടൂ, അതിന് KT ജലീലിനെയും നിങ്ങൾ ഉൾപ്പെടുന്ന ആളുകളെയും വെല്ലുവിളിക്കുന്നു എന്നുള്ളതായിരുന്നു PK ഫിറോസ് പറഞ്ഞിരുന്നത്. ആ രേഖകളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന് ലഭിച്ചിരിക്കുന്നത്. ആ രേഖകളിൽ വളരെ കൃത്യമായിട്ട് UDFന്റെ ഭരണകാലത്താണ് ഈ ഭൂമി ഏറ്റെടുത്തത്, വില നിർണ്ണയിച്ചത്, ചതുപ്പ് മേഖല മാറ്റി അവിടെ നിർമ്മാണ യോഗ്യമാക്കിയത് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഒന്നാമത്തേത് കൃഷി വകുപ്പ് പുറത്തിറക്കിയ ആ ഒരു ഓർഡറാണ്. 2015 ചതുപ്പായി കിടക്കുന്ന സ്ഥലം തരം മാറ്റുന്നതിന് വേണ്ടി കൃഷി വകുപ്പിൽ നിന്ന് അനുമതി വാങ്ങിയ രേഖയാണ് ആദ്യത്തേത്. അതിൽ വളരെ കൃത്യമായി വെട്ടം ഗ്രാമപഞ്ചായത്തിലെ പറയപ്പെടുന്ന മാങ്ങാട്ടിരി പാലത്തിനോട് ചേർന്ന 17.1 ഏക്കർ ഭൂമി അവിടെ ചതുപ്പ് നിലമാണ്, കണ്ടൽക്കാടുകളുണ്ട്. ആ കണ്ടൽക്കാടുകളും പുഴയും നദിയൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവിടെ നിർമ്മിക്കാൻ അനുമതി കൊടുക്കുന്ന രേഖയാണ്. അതിൽ വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. 2015 ജൂലൈയിലാണ് ഇതുമായി ബന്ധപ്പെട്ട അനുമതി അന്നത്തെ UDF ഗവൺമെന്റ് വാങ്ങിയിരിക്കുന്നത്. നേരത്തെ PK ഫിറോസ് പറഞ്ഞിരുന്നത് LDFന്റെ ഭരണകാലത്തെ ഭൂമി ഏറ്റെടുക്കുന്നു. 9/7/2015 ഈ ഒരു അനുമതി സംസ്ഥാന കൃഷി വകുപ്പ് ഇറക്കിയ ഉത്തരവിലൂടെ സംസ്ഥാന സർക്കാർ, അന്നത്തെ UDF സർക്കാർ വാങ്ങിയിരിക്കുന്നത്. അരുൺകുമാർ, അതിൽ വളരെ കൃത്യമായിട്ടും അപേക്ഷയിൽ ആവശ്യം പൊതു ആവശ്യമായതിനാൽ സ്ഥലത്തെ തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും കണ്ടൽക്കാടുകളും നിലവിലുള്ളതുപോലെ നിലനിർത്തിക്കൊണ്ട് നീരൊഴുക്കിനെ ബാധിക്കാത്ത തരത്തിൽ പരിവർത്തനം നടത്തുന്ന വ്യവസ്ഥയോടെ ശുപാർശ ചെയ്യുന്നു. ആ ശുപാർശയ്ക്ക് അനുമതി കൊടുക്കുന്നുണ്ട്. ഇക്കാര്യം ആ നിലയിൽ തന്നെ പരിഗണിച്ചുകൊണ്ട് ഒരു പൊതു ആവശ്യം എന്ന നിലയിൽ, മലയാളം സർവകലാശാലയുടെ ഒരു പൊതു ആവശ്യം എന്ന നിലയിൽ അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു അനുമതി രേഖയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഗവർണറുടെ ഉത്തരവിൻ പ്രകാരം സുബ്രത വിശ്വാസ്, അന്നത്തെ കാർഷികോൽപാദന കമ്മീഷണർ ആൻഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഒപ്പ് രേഖപ്പെടുത്തിയ ആ രേഖയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ PK ഫിറോസ് വെല്ലുവിളിച്ച സർക്കാരിന്റെ ഉത്തരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 2015 4-ാം മാസം 22-ാം തീയതി ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ രേഖയാണ്. PK അബ്ദുറബ്ബ് കൈകാര്യം ചെയ്തിരുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ ആസ് പെർ ദ ഗവൺമെന്റ് ഓർഡർ
read about the sanction has been accorded for the negotiated purchase of land for the construction of തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി ഇൻ വെട്ടം വില്ലേജ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട്. അപ്പോൾ എന്ത് തരത്തിലുള്ള വാദമാണ് PK ഫിറോസ് ഉന്നയിച്ചെന്ന ചോദ്യമാണ് ഈ രേഖകൾ തെളിയിക്കുന്നത്. ഒരു ഭാഗത്ത് നേരത്തെ തന്നെ KT ജലീൽ ഇതുമായി ബന്ധപ്പെട്ട വില നിർണയ സാക്ഷ്യപത്രം പുറത്തുവിട്ടിരുന്നു. നേരത്തെ PK ഫിറോസ് പറഞ്ഞിരുന്നത് 20,000-വും 40,000-വും വിലയുണ്ടായിരുന്ന ഭൂമി ഇടതു സർക്കാരിന്റെ നേതൃത്വത്തിൽ KT ജലീലിന്റെ നേതൃത്വത്തിൽ 1,70,000 രൂപക്ക് വാങ്ങിയെന്നുള്ളതായിരുന്നു. പക്ഷേ അതേ തുക കൈമാറിയിട്ടുള്ളത് അല്ലെങ്കിൽ നിശ്ചയിച്ചിട്ടുള്ളത് UDF ഗവൺമെന്റാണെന്ന് അടിവരയിടുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് വാദമാണ് PK ഫിറോസ് ഉയർത്തി നിൽക്കുന്ന ചോദ്യം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഉയരുന്നത്. അതോടൊപ്പം തന്നെ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഭൂമി വിവാദം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ നിയമസഭയിൽ ലീഗിന്റെ MLA-മാർ തയ്യാറാകുമോ എന്നുള്ളതായിരുന്നു KT ജലീൽ ചോദിച്ചിരുന്നത്. അതിന് ഇതുവരെ പ്രതികരിക്കാൻ ലീഗ് നേതാക്കളും തയ്യാറായിട്ടില്ല. ഈ നിർണായക രേഖകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ എന്ത് പ്രതികരണം PK ഫിറോസ് നടത്തുമെന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ശ്രീ PK ഫിറോസ്, തങ്ങൾക്ക് ആ രേഖ കിട്ടിയെന്നാണ് വിശ്വാസം. ആ രേഖ ഞങ്ങൾ VS രഞ്ജിത്ത് വാട്സപ്പ് വഴി അയച്ചു തരികയും ചെയ്യും. രഞ്ജിത്തിനോട് അങ്ങ് ചോദിച്ചില്ലേ, ഒരു രേഖ കൊണ്ടുവരൂ എന്ന് താങ്കൾ പറഞ്ഞു. ആ രേഖ ഇതാ. 2015 ജൂലൈ മാസം കൃഷി വകുപ്പ് ഈ ഭൂമിക്ക് തരം മാറ്റാനുള്ള അനുമതി കൊടുക്കണമെങ്കിൽ സർ, അന്ന് UDF-ൽ ഭരണമായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഭരിച്ചിരുന്നത്. അബ്ദുറബ്ബായിരുന്നു മന്ത്രി. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ വെല്ലുവിളികളൊക്കെ നടത്തുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒന്ന് ചെയ്യണം എന്നുള്ളതാണ്. കുഴപ്പമില്ല, ഒരു കളിയിൽ ഒരു സെൽഫ് ഗോള്, അതൊക്കെ അനുവദനീയമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ വരട്ടെ. നിയമസഭയിൽ അത് ചർച്ചയ്ക്കെടുക്കണം. ലീഗിലെ MLA-മാർ ചർച്ചയ്ക്കെടുക്കണം. UDF-ലെ MLA-മാർ ചർച്ചയ്ക്കെടുക്കണം. എന്നിട്ടത് നിയമസഭയിൽ ചോദിക്കണം. അതിനുള്ള മറുപടി കൂടി കേരളത്തിന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇനി അങ്ങനെയല്ല, ആ UDF-ന്റെ അഴിമതി നടന്ന സംഭവം LDF ഏറ്റെടുത്തു എന്നാണ് വാദമെങ്കിൽ അത് തുറന്നു പറയണം. കേരളത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും ആ രീതിയിൽ ക്രയവിക്രയം ചെയ്യപ്പെടാൻ പാടുള്ളതല്ല. അതിനകത്ത് തണ്ണീർത്തടം അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് പ്രേക്ഷകർ അറിയണമല്ലോ. അപ്പോൾ ഇക്കാര്യം എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഉന്നയിക്കാൻ ലീഗ് MLA-മാർ മടിക്കുന്നത്? ഒന്ന് ഉന്നയിക്കുന്നേ, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം.